ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റീപ്രൊഡക്ഷന്റെ മൊഡ്യൂളാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ പേജ് നമ്പർ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാമിഡോമോണസ്, അതേപോലെ തന്നെ സ്പൈറോഗൈറ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അത് ഞാൻ പറഞ്ഞായിരുന്നു. അത് രണ്ടിന്റെയും വരാൻ സാധ്യതയുണ്ട്. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ക്ലാമിഡോമോണസും സ്പൈറോഗൈറയും. അതിന്റെ റീപ്രൊഡക്ഷൻ ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, മൊഡ്യൂള് 3 ആണ് കേട്ടോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റീപ്രൊഡക്ഷൻ. അതിൽ ഞാൻ ഒരു കർവ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ക്ലാസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതില് ഇനി അടുത്ത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ. അത് ഇതെപ്പോഴും വരുന്നതാ. നമ്മുടെ റീപ്രൊഡക്റ്റീവ്, ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പം എന്താ, പെനിസ് ആണ് അല്ലെ, പ്ലസ് സ്പേം. അപ്പോ ക്വസ്റ്റ്യനിൽ ഡൗട്ട് തോന്നും. റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് ചോദിച്ചാല് പെനിസും സ്പേമും ആണ് എഴുതേണ്ടത്. സ്പേം അഡീഷണൽ ആയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ. സിസ്റ്റം എന്ന് പറയുമ്പോഴാണ് ടെക്സ്റ്റിലുള്ള ആ പിക്ചർ ഫുള്ള് വരച്ച് വെക്കേണ്ടത്. ഞാൻ ടെക്സ്റ്റ് നോക്കിയല്ല, ഞാനിപ്പം ഇവിടെ നിന്ന് എന്റെ ടെക്സ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, എടാ വാതിലടച്ചെട കൂട്ടാ. അപ്പൊ ഇതിലുണ്ടല്ലോ, എന്റെ ടെക്സ്റ്റിലെ പിക്ചർ ഞാൻ അയച്ചുതരാൻ പറ്റില്ല. ഞാൻ മറ്റേ നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാ പഠിപ്പിക്കുന്നത് കേട്ടോ നിങ്ങളെ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഈ മൊഡ്യൂള് റീപ്രൊഡക്ഷൻ, അതേപോലെ പോപ്പുലേഷൻ. 6 മിനിറ്റ്, അതിന് തൊട്ട് മുന്നത്തെ മൊഡ്യൂൾ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ എടുത്തതാ. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ എടുത്തത് ഗ്രോത്ത് കർവ് വരെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാനിപ്പോ പഠിപ്പിച്ചു തരാം. അപ്പൊ ഞാനിപ്പം തേർഡ് മൊഡ്യൂള് 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ പ്ലാന്റ് എന്ന് പറയുന്ന യൂണിറ്റില് പേജ് നമ്പർ 40 ഇതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്നത്, ഇത് വരാറുണ്ട് കേട്ടോ, ഈ പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വരാറുണ്ട്. 1 വേർഡ് ആണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. അതായത് ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ: ഒരു ചെടി വളരാനായിട്ട് നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ചെടി സ്വയമായിട്ട് വളരാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മണ്ണിന്റെ അടിയിൽ നിന്ന് മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ചെടി വളരാൻ. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഫസ്റ്റത്തെ ആണ് ലൈറ്റ്. ലൈറ്റ്, നിങ്ങൾക്ക് ഒരു ചെടിക്ക് ലൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ല, നിങ്ങൾക്ക് അറിയാം. കാരണം ഈ ലൈറ്റ്, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ. പ്രകാശ സംശ്ലേഷണം, അതാണ് ഫോട്ടോസിന്തസിസ്. ഇത് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇലകളില് ഫുഡ് പാകം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് ആ ചെടി വളരുള്ളൂ. അപ്പൊ ലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ചെടി വളരാൻ. കാരണം ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രമല്ല ചെടി വളരുള്ളൂ. വളർന്നാൽ മാത്രമല്ല റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റീപ്രൊഡ്യൂസ് ചെയ്താലല്ലേ അതിൽ പൂവും കായയും പഴവും ഒക്കെ ഉണ്ടാവുള്ളൂ. അടുത്തത് ടെമ്പറേച്ചറും ഈ രണ്ടും ഈക്വലാ. കാരണം ഒരുപാട് ചൂടത്തൊന്നും ചെടികൾ വളരില്ല, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ചൂടുകാലം ആവുമ്പം ചെടിയൊക്കെ കരിഞ്ഞു പോകും. അതിന്റെ അർത്ഥം എന്താ? ഒരു പോയിന്റ് ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ചൂട് ചെടികൾക്കും സഹിക്കാൻ പറ്റില്ല. അപ്പൊ ചെടികൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് എന്ന് പറയുന്നത്
മുപ്പത്തി 38 to 30 ഡിഗ്രി സെന്റിഗ്രേഡാ. 28 to 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഒരു ചെടിക്ക് മാക്സിമം അതിന്റെ റേറ്റ് സെൽഷ്യസിൽ പറയുന്നത്. 28 to 30. ഇനി അടുത്തത് വെള്ളം. വെള്ളത്തിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ പറയേണ്ട ആവശ്യമില്ല. വെള്ളം ഭയങ്കര ആവശ്യമാണ്. കാരണം ഇപ്പം ഒരു ചെടിക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചീഞ്ഞു പോകും. വെള്ളം ഒഴിക്കാതിരുന്നാ നശിച്ചു പോകും. ഇൻ കേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗട്ടേഷൻ, ട്രാൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു ഗട്ടേഷൻ, ട്രാൻസ്പിറേഷൻ? ഞാൻ ബ്രീഫായിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് തരാം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം ചില പുല്ലിന്റെ ഒക്കെ പുറത്ത് കുഞ്ഞു മഞ്ഞത്തുള്ളികൾ കാണും, വെള്ളത്തുള്ളികൾ കാണും. നമ്മളത് പറയുന്നത് എന്താ പറയാ, നമ്മളതിന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞ് കൊണ്ടിട്ടുള്ള വെള്ളത്തുള്ളിയാന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി അത് ഈ ചെടികളുടെ ബോഡിയിൽ ഓവർ ആയിട്ടുള്ള വെള്ളം അവർ പുറത്ത് കളയുന്നതാണ്. രാത്രിയാകുമ്പം ഇലയിലുള്ള സ്റ്റൊമേറ്റ് ഓപ്പൺ ആയിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത വെള്ളം, നമ്മൾ വേർത്ത് പോകുന്നില്ലേ, അതുപോലെ അവർ കളയുന്ന ഒരു രീതിയാണ് അത്. ഓക്കെ, എല്ലാം മഞ്ഞ് വന്നിട്ടൊന്നും ആയിരിക്കില്ല, അവരുടെ എക്സസ് ആയിട്ടുള്ള വെള്ളം കളയുന്നതാ. മനസ്സിലായില്ലേ? അപ്പം എക്സസ് ആയിട്ടുള്ള വെള്ളം ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് കളയാനായിട്ടുള്ള മെത്തേഡും അവരുടെ ബോഡിയിൽ, ഒരു പ്രോസസ്സും അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പിന്നെ വെള്ളം വേണമല്ലോ എല്ലാത്തിനും. പിന്നെ മിനറൽ ആൻഡ് ന്യൂട്രിയൻസ്. ഇപ്പൊ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്താ പറയാ, എന്തൊക്കെയോ ഇട്ട് കൊടുക്കും, എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുക്കും, ചാരം, ചാണകം, പിന്നെ ജൈവ വളങ്ങൾ, ഇതൊക്കെ ഇട്ട് കൊടുക്കും. ഇതിന്ന് ഒരുപാട് ന്യൂട്രിയൻസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, അവർക്ക് ആവശ്യം എന്താണോ അതെല്ലാം അവർ വലിച്ചെടുക്കും. ഇതൊക്കെ എക്സ്റ്റേണലി ഉള്ള കാര്യങ്ങൾ, പുറമേ ഉള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ഒരു ചെടിയുടെ ഗ്രോത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇന്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോർമോൺ. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഇല്ലേ, ഇപ്പൊ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ പുരുഷന്മാരിലുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ, അതുകൊണ്ടാണ് അവർക്ക് താടിയൊക്കെ വരുന്നത്. അതേപോലെ സ്ത്രീകളിൽ പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രജൻ, കേട്ടിട്ടില്ലേ? അതായത് ഇതൊക്കെ പെൺകുട്ടികളിൽ മാത്രം. അതായത് എല്ലാ മനുഷ്യനെ പോലെ തന്നെ പ്ലാന്റുകളിലും ഹോർമോൺ ഉണ്ട് എന്നാണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ആ പ്ലാന്റ് ഹോർമോണിനെ തന്നെയാണ് നമ്മൾ ഫൈറ്റോ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്നൊക്കെ പറയുന്നത്. പ്ലാന്റ് ഹോർമോൺ, ഫൈറ്റോ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, ഇതെല്ലാം തന്നെ സെയിമാ. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെങ്കിലും 2 ഫൈറ്റോ ഹോർമോണിന്റെ പേര് എഴുതാൻ പറഞ്ഞാലും, ഏതെങ്കിലും 2 ഗ്രോത്ത് ഹോർമോണിന്റെ പേര് എഴുതാൻ പറഞ്ഞാലും, ഏതെങ്കിലും 2 പ്ലാന്റ് ഹോർമോണിന്റെ പേര് എഴുതാൻ പറഞ്ഞാലും, ഇനി പറയാൻ പോകുന്ന ആൾക്കാരുടെ പേരാണ് എഴുതി വെക്കേണ്ടത്, അതേപോലെ അവരുടെ ഫംഗ്ഷൻ. ഫസ്റ്റത്തെ ആളുടെ പേരാണ് ഓക്സിൻ. ഓക്സിൻ, AUXIN. പേജ് നമ്പർ എത്ര, 41 ഓക്സിൻ, AUXIN, ഓക്സിൻ. നമുക്ക് ആദ്യം ഓക്സിന്റെ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൽ കുറെ കൊടുത്തിട്ടുണ്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പേര് പഠിക്കുക, അതിന്റെ ഫംഗ്ഷൻ പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടാ. അല്ലാതെ അതിന്റെ പേര് എവിടെന്നാ വന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നുന്ന 2 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ 2ഓ 3ഓ എത്രയാന്ന് വെച്ചാൽ. ഇത് സെല്ലിന് ഇലോങ്ങേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെല്ലുണ്ടല്ലോ, നമ്മള് ഏത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അതിന്റെ സെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് വരച്ച് പഠിക്കാനുണ്ട്, എക്സാമിന് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ സെല്ല് ഇലോങ്ങേറ്റ് ചെയ്യാനും സെല്ലിന്റെ ആക്ടിവിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ചില ഇലകള് എന്താ പറയാ, മെച്യൂർഡ് ആകുന്നതിന് മുന്നേ ചില ചെടികളിലെ ഇലകൾ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോക്കിനെ തടയുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ഈ ഫൈറ്റോ ഹോർമോൺ ആണ്. അപ്പൊ ഈ ഓക്സിന്റെ അളവ് കുറയുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത്. പിന്നെ ഉള്ളത് പഴങ്ങൾ പഴുത്ത് കഴിയുമ്പോഴാണ് വീഴുക അല്ലെ. പക്ഷെ ഇവിടെ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫ്രൂട്ട്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, ഒരു ഫ്രൂട്ടിനെ സ്പെസിഫൈ ചെയ്ത് പറയണ്ട. ഈ പഴവർഗ്ഗങ്ങൾ പഴുക്കുന്നതിന് മുന്നേ താഴെ വീഴില്ലേ, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതും ഓക്സിൻ ആണ്. ഇപ്പം 1ഓ 2ഓ മാങ്ങയൊക്കെ താഴെ വീഴുമായിരിക്കും പച്ചയായിരിക്കുമ്പോ തന്നെ, എന്നാലും കൂടുതലും പഴുത്തിട്ടല്ലേ വീഴുള്ളൂ, ചെറുതായിട്ട് ചുനയ്ക്കുമ്പോഴേക്കല്ലേ വീഴുള്ളൂ.
അപ്പൊ അതിന്റെയൊക്കെ റീസൺ ആരാ? ഓക്സിനാ. അപ്പൊ ഈ മാങ്ങയൊക്കെ പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചക്കയൊക്കെ പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് താഴെ വീഴാത്തതിന്റെ ഒരു റീസൺ ആരാണ്? പ്ലാന്റിലുള്ള ഫൈറ്റോ ഹോർമോൺ ആണ്. അത് പഴുത്ത് കഴിയുമ്പോൾ മാത്രമേ അത് വീഴുള്ളൂ. അതായത് ആ സമയത്ത് ഓക്സിന്റെ ആക്ഷൻ, ആ ഫ്രൂട്ടിലുള്ള ഓക്സിന്റെ ആക്ഷൻ കുറയും, അതുകൊണ്ട് താഴെ വീഴും. ഇതാണ് ഓക്സിൻ. ഇനി അടുത്തതാണ് ഗിബ്ബെറലിൻ. ഗിബ്ബെറലിൻ, GIBBERELLIN, ഗിബ്ബെറലിൻ. ഗിബ്ബെറലിൻ എന്ന് പറയുമ്പം ഈ സ്റ്റെം ഇല്ലേ, അതായത് സ്റ്റെം എന്ന് പറയുന്ന അതിന്റെ തണ്ട്, ആ തടി, മരത്തിന്റെ തടി, അത് മരം ഇങ്ങനെ പൊക്കം വെച്ച് പോകും. ഈ മരത്തിന് ഇങ്ങനെ പൊക്കം വെച്ച് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഗിബ്ബെറലിൻ ആണ്. അതേപോലെ തന്നെ ഇറ്റ് ബ്രേക്ക് ഡോർമെൻസി ഓഫ് സീഡ് ആൻഡ് ബഡ്. ഡോർമെൻസി എന്ന് ഉദ്ദേശിക്കുന്നേ, അതായത് ഇപ്പൊ ഒരു പൂവ്, റോസാപ്പൂവ് ആദ്യം എങ്ങനെ ഒരു മുട്ടാണ് അല്ലെ? ആ മുട്ട അങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് പൊട്ടി അതിന്റെ അകത്തുനിന്ന് എതള് വരണം. അതാണ് ഡോർമെൻസി. അതായത് ഇപ്പം ചില വിത്തായിട്ട് തന്നെ ഇരിക്കും, അത് പൊട്ടി മുളച്ച് വരണം. മനസ്സിലായില്ലേ? അതാണ് ഡോർമെൻസി എന്ന് പറയുന്നത്. മുട്ടായിരിക്കുന്ന സമയമുണ്ട് പുറത്തേക്ക്. ചില മുട്ടുകൾ കണ്ടിട്ടില്ലേ, പൂവാവില്ല, അത് അങ്ങനെ തന്നെ നിന്ന് മുരടിച്ച് കരിഞ്ഞു പോകും. അതിന്റെ അർത്ഥം എന്താ? ആ മുട്ട് വിരിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അത് അപ്പോഴും അതിന്റെ ഡോർമെൻസി സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നത്. അതൊരു പൂവാവാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്കില്ല. അപ്പൊ പൂവും മുട്ടും ഇതൊക്കെ വിടരാൻ വേണ്ടി, അല്ലെങ്കിൽ വിത്താണെങ്കിൽ ഇപ്പം മുളകിന്റെ വിത്തൊക്കെ നടുമ്പോൾ അത് പൊട്ടി മുളച്ച് വരണ്ടേ? ആ പൊട്ടി മുളയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഗിബ്ബെറലിൻ ആണ്. പിന്നെ പാർത്തിനോകാർപ്പിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാർത്തിനോകാർപ്പി എന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞതാണ് ഫെർട്ടിലൈസേഷൻ. പാർത്തിനോകാർപ്പിന്റെ ഡെഫിനേഷൻ തന്നെ ഇങ്ങനെയായിരുന്നു: ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിന്റെ എക്സാമ്പിൾ ബനാനയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. പാർത്തിനോകാർപ്പി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ പറഞ്ഞിരുന്നതാ, ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ. അതിൽ ഇത്രയേ ഉള്ളൂ. പാർത്തിനോകാർപ്പിൽ വെച്ചാൽ ഫെർട്ടിലൈസേഷൻ, മെയിൽ ഫീമെയിൽ, അതായത് പരാഗണം നടക്കാതെ ഒരു ഫ്രൂട്ട് ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ പാർത്തിനോകാർപ്പി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ബനാന. പഴമാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ അതിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ സെല്ലിന്റെ ഡിവിഷൻ. ഇപ്പൊ ചെടികളിലും സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാത്തിലും ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ പുതിയ സെല്ല് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് പൊക്കം വെക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതേപോലെ ചെടികൾക്കും പൊക്കം വെക്കണമെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതായത് അതിന്റെ ആ ഒരു ഇതിനെ ഒന്നുകൂടി സ്പീഡ് ആക്കുന്നതിന് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജിങ് ഓഫ് പ്ലാന്റ് പാർട്ട്. മെച്ചുവേർഡ് ആകുന്നതിന് മുന്നേ പ്ലാന്റിന്റെ ഏതെങ്കിലും ഭാഗം കരിഞ്ഞു ഒക്കെ ചെയ്യാറുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നു. എന്നാലും നിങ്ങൾക്ക് കാണാം ചില ചെടികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകണം കാണാം. അത് ചിലപ്പം ഈ ഒരു ഫൈറ്റോ ഹോർമോണിന്റെ കുറവ് കൊണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. വേറെ പല ഡിസീസും ആ ചെടിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. ഇനി അടുത്താണ് എത്തിലീൻ. ഈ എത്തിലീനിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഗേഷ്യസ് ഹോർമോൺ ഗ്യാസിന്റെ ഫോമിലാണ് ആര് കാണുന്നത്? എത്തിലീൻ കാണുന്നത്. അപ്പം ഗേഷ്യസ് ഹോർമോൺ അല്ലെങ്കിൽ ഗേഷ്യസ് ഫൈറ്റോ ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ എത്തിലീൻ ആണ് എഴുതേണ്ടത്. ETHYLENE, എത്തിലീൻ. ഇവരുടെ ഫംഗ്ഷൻ ഫ്രൂട്ട് ഇല്ലേ, ആ ഫ്രൂട്ട് പഴുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെല്ലിന്റെ ലെങ്ത് കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല. സെല്ലിന്റെ തടി കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ആണ് ആബ്സിസിക് ആസിഡ്. ABSCISSIC ആസിഡ്, ACID, ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡിനെ വിളിക്കുന്ന വേറെ ഒരു പേരാണ് ഡോർമിൻ. ഇത് രണ്ടും ഓർക്കുക. എത്തിലീന് ഗേഷ്യസ് ഹോർമോൺ എന്നും ആബ്സിസിക് ആസിഡിന് ഡോർമിൻ എന്നുമാണ് പറയുന്നത്. DORMIN. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ഫൈറ്റോ ഹോർമോണിനെയാണ് ഡോർമിൻ എന്ന് വിളിക്കുന്നത്? ഡോർമിൻ എന്ന് പേരുള്ള മറ്റൊരു ഫൈറ്റോ ഹോർമോൺ ഏതാ? ആബ്സിസിക് ആസിഡ്. ചാൻസ് ഉണ്ട് ചോദിക്കാൻ. നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല.
പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുവാണെങ്കിൽ എന്താ പറയാ, സ്റ്റൊമേറ്റയുടെ ക്ലോസിങ്ങിന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, രാത്രി ഈ എക്സസ് ആയിട്ടുള്ള വെള്ളം ചെടികൾ പുറത്തേക്ക് കളയും, അപ്പം സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൊമേറ്റനെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഇവരുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്തു പോവുള്ളൂ. ഓക്കെ, അങ്ങനെ പുറത്തു പോകുന്ന വെള്ളമാണ് നമ്മൾ രാവിലെ ചില പുല്ലുകളിലൊക്കെ കൂടുതലും കാണാം. വലിയ ചെടികളിലൊക്കെ കാണൽ ഇങ്ങനെ കുറവാണ്, ചെറിയ ചെടികളിലായിരിക്കും കൂടുതൽ കാണാം. ഓക്കെ, മഴക്കാലത്ത് പ്രത്യേകിച്ചും കാണാറുണ്ട്, തണുപ്പുള്ള സമയങ്ങളിലൊക്കെ. ചൂടുകാലത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം ആ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്താലാണ് വെള്ളം പുറത്തു പോകുള്ളൂ, എക്സസ് ആയിട്ടുള്ള വെള്ളം. അപ്പം ആ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, അതിന്റെ ഗാർഡ് സെല്ലുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡോർമെൻസീനെ ഇൻഡ്യൂസ് ചെയ്യാൻ, ഡോർമെൻസി നേരത്തെ പറഞ്ഞില്ലേ, വിത്ത് പിന്നെ നമ്മുടെ ചെടികളുടെ ബഡ്സ് ഒക്കെ പറഞ്ഞ് അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇപ്പം ഫൈറ്റോ ഹോർമോൺ, പ്ലാന്റ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ എല്ലാം ഒന്ന് തന്നെയാണ്. ഏതൊക്കെയായിരുന്നു? ഓക്സിൻ, ഗിബെറിലിൻസ്, സൈറ്റോകൈനിൻസ്, എഥിലീൻ, ആബ്സിസിക് ആസിഡ്, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, വിത്ത് പൊട്ടി മുളച്ചു വരുന്നു, അതാണ് ജെർമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും വന്ന് കണ്ടിട്ടില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞുതരാം. രണ്ട് ടൈപ്പ് ജെർമിനേഷൻ മനസ്സിലായില്ല എന്താണ്? വിത്ത് പൊട്ടി പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, എപ്പിഗിയൽ ജെർമിനേഷൻ, അതേപോലെ ഹൈപ്പോഗിയൽ ജെർമിനേഷൻ. എപ്പിഗിയൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞാല് സോയിലിന്റെ പുറത്ത്, ഇപ്പം ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പംകിന്റെ സീഡ്, മസ്റ്റാർഡ്, ഇതിന്റെയൊക്കെ സീഡിനെ നമ്മൾ വെറുതെ കുഴിച്ചിടണ്ട, അല്ലാതെ വെറുതെ മിറ്റത്ത് ഇങ്ങനെ ഇട്ടാലും അത് തന്നെ, ആ സീഡ് തന്നെ പൊട്ടി മുളച്ചൊരു ചെടിയായിട്ട് വരും എന്നാ പറയണേ. അതിന് നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അത് ശരിക്കും ശരിയാ അല്ലെ? നമ്മുടെ വീട്ടിൽ ചിലപ്പം കറി വെക്കാനൊക്കെ ആയിട്ട് ഇത് എടുത്തിട്ട് ഇതിന്റെ സീഡ് നമ്മൾ ചിലപ്പം വെറുതെ ഇങ്ങനെ തെങ്ങിന്റെ കടക്കോ അല്ലെങ്കിൽ ഇപ്പൊ പറമ്പിലേക്കൊക്കെ വീക്കിയിടും. അപ്പൊ അത് മണ്ണിന്റെ മുകളിലാണ് കിടക്കുന്നത്, അവിടെ നിന്ന് ഇവര് പൊട്ടി മുളച്ചു വരും അല്ലെ? നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് എപ്പിഗിയൽ ജെർമിനേഷൻ. ഹൈപ്പോഗിയൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞാല് മണ്ണിൽ കുഴിച്ചിടണം, എന്നാലാണ് കുറച്ചും കൂടി നന്നായിട്ട് അവർ വളരുള്ളൂ. കാരണം അത്രയും നന്നായിട്ട് വേര് ഇറങ്ങി പോണം. ഇപ്പൊ മുളകൊക്കെ അങ്ങനെയാ. ഇതിന്റെ ഇവിടെ എക്സാമ്പിള് കോക്കോനട്ട്, വീറ്റ്, റൈസ്, ഇതൊക്കെ ശരിയാ അല്ലെ? കോക്കോനട്ടിന്റെ ഒക്കെ ചുമ്മാ നമ്മൾ തേങ്ങ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മുള വരുമായിരിക്കും. നമ്മൾ എപ്പോഴേലും ഒരു തേങ്ങ, മുളച്ച തേങ്ങ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വളർന്ന് വലുതായി തെങ്ങാവോ? ഇല്ല, നമ്മൾ കുഴിച്ചിടണം. മുളച്ച് വരുമായിരിക്കും, പക്ഷെ ഒരു മരമായിട്ട് മാറില്ല. അത് നമ്മൾ കുഴിച്ചിട്ടാൽ മാത്രമാണ് അത് വലിയൊരു മരമാവുള്ളൂ, വലിയൊരു തെങ്ങാവുള്ളൂ. കാരണം അത് അത്രയും വലിയൊരു തെങ്ങല്ലേ, അപ്പൊ അതിന്റെ റൂട്ട് അത്രയും സ്പ്രെഡായിട്ട് പോണം. കാരണം ഇതിന്റെയൊക്കെ അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആണ് തെങ്ങിനുള്ളത്. പരന്നിങ്ങനെ കിടക്കുന്നല്ലേ തെങ്ങിന്റെ റൂട്ട്, അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പൊ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീഡ് നട്ടിട്ട് അത് പൊട്ടി മുളച്ചൊരു ചെടിയാവാം, അതാണ് ജെർമിനേഷൻ. ആ ഒരു പ്രോസസ് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്, എപ്പിഗിയൽ ജെർമിനേഷനും ഹൈപ്പോഗിയൽ ജെർമിനേഷനും. എപ്പിഗിയൽ ജെർമിനേഷൻ എക്സാമ്പിൾ പംകിൻ, മസ്റ്റാർഡ് ആണ്. അത് വെറുതെ ഇപ്പം പുളിയുടെ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടമാറിന് എഴുതിയിട്ടുണ്ട്. പുളിയുടെ ആണെങ്കിലും മണ്ണിൽ വെറുതെ ഇട്ടാൽ മതി, മുളച്ചു വരും. ഹൈപ്പോഗിയല് മണ്ണിന്റെ ഉള്ളിൽ നമ്മൾ നടണം, എന്നാലാണ് നന്നായിട്ട് വളരുള്ളൂ. പിന്നെ ഈ ജെർമിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നട്ടില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു വിത്ത് വളരാൻ വേണ്ടി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാ. വെള്ളം, ലൈറ്റ്, വെള്ളം, ലൈറ്റ്, ഓക്സിജൻ, ടെമ്പറേച്ചർ, ഗ്രോത്ത് ഹോർമോൺ. വാട്ടർ ഫസ്റ്റ് പറയാം. വാട്ടർ ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, വെള്ളം വേണമല്ലോ അത് വളരണമെങ്കിൽ. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം എങ്ങനെ എഴുതാൻ മതി, ആ ഒരു വിത്ത് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ
മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞാല് ഈ വിത്തിന്റെ ഉള്ളില് പൊട്ടി മുളയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അതിന് ആവശ്യമായിട്ടുള്ളതാണ് ഓക്സിജൻ. ലൈറ്റ്, ഒരു ചെടി വളരണമെങ്കിൽ ലൈറ്റ് എസെൻഷ്യലാ. എന്നാലാണ് അതിന് ഫുഡ് ഉണ്ടാക്കി വളരാനായിട്ട് പറ്റുള്ളൂ. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺസ് എല്ലാം തന്നെ ആവശ്യമാണ്. ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുമ്പം ഒരു ലൈറ്റിനോട് ഒരു പ്ലാന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ മൂന്ന് തരത്തിലുണ്ട്. ഷോർട്ട് ഡേ പ്ലാന്റ്, അതാണ് SDP. ഷോർട്ട് ഡേ പ്ലാന്റ്, അതാണ് SDP. ഞാൻ ഇതിനെ പറ്റി ഷോർട്ട് ഫോമേ പറയുള്ളൂ. ഇനി രണ്ടാമത്തേത് ലോങ് ഡേ പ്ലാൻ, അതാണ് LDP, ലോങ് ഡേ പ്ലാന്റ്. മൂന്നാമത്തെയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്, DNP, ഡേ ന്യൂട്രൽ പ്ലാന്റ്. അപ്പൊ ആദ്യം SDP നോക്കാം. SDP എന്ന് പറയുമ്പം അതിന്റെ എക്സാമ്പിള് ഡാലിയ, സോയാബീൻ, കോസ്മോസ്, ഇതൊക്കെയാണ് പറയുന്നത്. ഡാലിയ, സോയാബീൻ, കോസ്മോസ്. പിന്നെ ഷോർട്ട് ഡേ പ്ലാന്റ്സിൽ മെയിൻ ആയിട്ടും ഡാലിയ, സോയാബീൻ, ഇതൊക്കെയാണ് വരുന്നത്. അതായത് ഇവര് ഒരു ഷോർട്ട് ഡേ ടൈമിൽ തന്നെ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സൺലൈറ്റിന്റെ പ്രസൻസിൽ തന്നെ ഇവര് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് പിന്നെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പം അതിന്റെ എക്സാമ്പിൾ ഗുൽമോഹർ, സ്പിനാഷ്, റാഡിഷ്, ഇതൊക്കെയാണ്. അതായത് ഇവര് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോ ഒരു ഫിക്സഡ് ഡേ ലെങ്തില് മാത്രം. അതായത് ഡേ ടൈം കൂടുതലുള്ള മാസങ്ങൾ ഉണ്ടാവും ഇല്ലേ. അപ്പോ ഇനി DNP എന്ന് പറയുമ്പം ഇതിന് ലൈറ്റ് അഫക്ട് ചെയ്യില്ല. ഇപ്പം ക്യുക്കുംബർ, ടൊമാറ്റോ, സൺഫ്ലവർ, ഇവർക്കൊക്കെ
ഇപ്പം ലൈറ്റ് വേണമെന്നില്ല ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഏത് സമയത്തും ഇവര് ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് എന്താ പറയാ, വെർണലൈസേഷൻ. വെർണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോ ടെമ്പറേച്ചറിൽ ഒരു ഫ്ലവർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് ആപ്സിഷൻ. ആപ്സിഷൻ എന്ന് പറഞ്ഞാല് the detachment of older plant and organs from the main part of the plant body. അതിനെയാണ് നമ്മൾ ആപ്സിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇച്ചിരി എന്താ പറയാ, നല്ല മഞ്ഞ കളറിലുള്ള ഒരു ഇല അത് കൊഴിഞ്ഞ് താഴെ പോകും. അല്ലെങ്കിൽ ചില സമയത്ത് ഏജ്ഡ് ആയിട്ടുള്ള മരത്തിന്റെ കൊമ്പുകൾ ഉണ്ടെങ്കിൽ അത് സ്വന്തമായി മാൻമെയ്ഡ്, നമ്മൾ മുറിച്ചു മാറ്റുന്നതല്ല, അവര് സ്വന്തമായിട്ട് ഇല കൊഴിക്കുക പ്രായമാകുമ്പോ, ഇലക്ക് പ്രായമാകുമ്പോ. അതേപോലെ തന്നെ അവര് ഈ ബ്രാഞ്ചസ് അതിനെ താഴേക്ക് വീഴാറുണ്ട് ഇടയ്ക്ക്, ചീത്തയൊക്കെ ആയി കഴിയുമ്പം. അപ്പം ഓൾഡർ ആയിട്ടുള്ള പ്ലാന്റ് പാർട്ടുകള് എന്താ, ഓൾഡർ ആയിട്ടുള്ള പ്ലാന്റ് പാർട്ടുകള് ഒരു പ്ലാന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോവാണ്. അതിനാണ് ആപ്സിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്ട്രെസ് ഫാക്ടർ. സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുമ്പം ഒരു ചെടീനെ അഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താണെങ്കിലും അതിനെ നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. നമുക്ക് തന്നെ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ്സിനും ഉണ്ട്. ഇപ്പം ഒരുപാട് വെള്ളം കൂടിക്കഴിയുമ്പം പ്ലാന്റ്സ് സ്ട്രെസ് അനുഭവിച്ച് ചീഞ്ഞു പോകും. ഒട്ടും വെള്ളം കിട്ടാത്തപ്പോഴും അവർ പ്ലാന്റ് വാട്ടറിന് വേണ്ടി ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോ, ടെമ്പറേച്ചർ കുറയുമ്പോ എല്ലാം തന്നെ ഈ പ്ലാന്റ്സ് ഒരു സ്ട്രെസ്സിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, ചെറുതായിട്ട് വാടി നിൽക്കുന്ന ഒരു ചെടി, അതില് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പൊ അത്ര നേരം അതൊരു വാട്ടർ സ്ട്രെസ്സിലൂടെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പൊ നമ്മളത് പെട്ടെന്ന് ഒഴിക്കുമ്പം അത് പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള സ്ട്രെസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത്, വാട്ടർ സ്ട്രെസ്സും സോൾട്ട് സ്ട്രെസ്സും. സോൾട്ട് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സോൾട്ട് അല്ല, മണ്ണിലുള്ള കാൽഷ്യം, സോഡിയം, ഇതാണ്. ഇത് രണ്ടിന്റെയും എക്സസ് ആയിട്ടുള്ള എമൗണ്ട് പ്ലാന്റ്സിൽ ആയിക്കഴിഞ്ഞാൽ അതിനെയാണ് സോൾട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. സോൾട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിയുപ്പല്ല, കാൽഷ്യം അതേപോലെ സോഡിയത്തിന്റെ സോൾട്ടുകൾ, ഓരോ ഫോമുകളാണല്ലോ അതൊക്കെ. അപ്പം ഇങ്ങനെ ഇവരുടെ എമൗണ്ട്, ഇപ്പൊ നമുക്ക് തന്നെ വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ഓവർലോഡായി കിഡ്നിക്ക് എന്തെങ്കിലും പറ്റും നമുക്കറിയാം. അപ്പം ഇവർക്ക് ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ സെല്ല് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകും. അതായത് വെള്ളം ഒരുപാട് വറ്റി പോകും. അതേപോലെ സെല്ലിന്റെ ഷേപ്പിനെ തന്നെ അത് ബാധിക്കും. ഓരോ ഷേപ്പും ഓരോ കാര്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ട്, നമ്മുടെ കൈക്ക് ഒരു ഷേപ്പ്, കാലിന് ഒരു ഷേപ്പാ. അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫങ്ഷൻ? ഇപ്പൊ നമ്മുടെ കാല് ഇങ്ങനെയല്ല, കാല് വേറൊരു എല്ലില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ കാലൊരു ഉണ്ട പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഫ്ലഷ് മാത്രമായിട്ട്. നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് സെല്ലിനും അതിന്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗൻസിന് മേ ബി ഡാമേജസ് സംഭവിക്കാം, പല കാര്യങ്ങളും സംഭവിക്കാം. അതിന്റെ മെറ്റബോളിസം മാറിപ്പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ സെല്ലിന്റെ ഒരു ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ ഷെല്ലിന്റെ ഉള്ളിലുള്ള മെറ്റബോളിസത്തിനെ തന്നെ അത് അഫക്ട് ചെയ്യും. മെറ്റബോളിസം മാറിക്കഴിഞ്ഞാൽ എന്താ പറയാ, പ്ലാന്റ് വളരില്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സെല്ലിന്റെ അകത്താണെങ്കിലും ഓക്സിജൻ എടുത്ത് വെറുതെ പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കളയല്ലല്ലോ ചെയ്യുന്നത്. ഈ ഓക്സിജൻ നമ്മുടെ സെല്ല് വലിച്ചെടുത്ത് മെറ്റബോളിസം നടത്തി ഇട്ടൊക്കെ നമ്മൾ ഇത്ര ആവുന്നത്. അപ്പം അതാണ് സ്ട്രെസ്, സോൾട്ട് സ്ട്രെസ്.
ഇനി അടുത്തതാണ് പ്ലാന്റിന്റെ മൂവ്മെന്റ്. പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉണ്ട്, പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ട്. അല്ല, അതിനൊരു അത് മൊബൈലല്ല, ഐ മീൻ അതിങ്ങനെ മൂവ് ചെയ്യുന്നില്ല, അതിന്റെ ബോഡി പാർട്സിന്റെ മൂവ്മെന്റ് നടത്തുന്നുള്ളൂ, അല്ലാതെ അത് സഞ്ചരിക്കുന്നില്ല, അല്ലെ? ട്രാവൽ ചെയ്യുന്നില്ല, പക്ഷെ മൂവ്മെന്റ് ഉണ്ട്. ട്രാവൽ എന്ന് പറയുവാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം, ഫുൾ ബോഡി തന്നെ പോകണം. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡി അവിടെ നിന്ന് പോകണമെന്നില്ല. ഞാൻ എന്റെ കൈ മൂവ് ചെയ്തുകൊണ്ടാ സംസാരിക്കുന്നത് ഇപ്പോ, അതെന്റെ ഒരു മാനറിസം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മൂവ് ചെയ്യുന്നുണ്ടെന്നാണല്ല, എന്റെ കൈ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. എന്റെ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അത് ട്രാവൽ ആവും. അതുപോലെ പ്ലാന്റ്സിന് മൂവ്മെന്റ് ആണുള്ളത്, ട്രാവൽ പോസിബിൾ അല്ല, ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മെയിൻ ആയിട്ടും പ്ലാന്റ്സിന്റെ മൂവ്മെന്റ് പല ടൈപ്പ് ഉണ്ട്. മെയിൻ ആയിട്ടും 5 ഉള്ളത്. അതിനു മുന്നേ ഓക്കെ, ഫസ്റ്റത്തെയാണ് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാല് ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടേമാ. അതായത് ഒരു ചെടി, ലൈറ്റ് എവിടെ നിന്നാ വരുന്നത്? മുകളിൽ നിന്നാ വരുന്നത്. അപ്പൊ ഈ ഒരു ചെടീനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു സൂര്യനെ കൺസിഡർ ചെയ്യുക, ലൈറ്റ് മുകളിൽ നിന്നാ വരുന്നത്. ഈ സൂര്യന്റെ അടുത്തേക്ക് വളരുന്നത് ഒരു പ്ലാന്റിന്റെ ഏതൊക്കെ ഭാഗാ? വേര് എന്തായാലും ഇല്ല, അല്ലെ? വേര് താഴേക്കാ വളരുന്നത്, താഴെയല്ലല്ലോ സൂര്യൻ. മുകളിലേക്ക് വളരുന്നത് അതിന്റെ സ്റ്റെമ്മാണ്, അല്ലെ? സ്റ്റെമ്മ് മുകളിലേക്കാ, സൂര്യന്റെ അടുത്തേക്ക്. അപ്പൊ സ്റ്റെം എന്താണ്? പോസിറ്റീവ്ലി ഫോട്ടോട്രോപിക് ആണ്, പോസിറ്റീവ് ആണ് ഫോട്ടോട്രോപ്പിസം, സൂര്യന്റെ അടുത്തേക്ക് വളരുന്നുണ്ട്. ഇനി ജിയോട്രോപ്പിസം, അതായത് ജിയോ എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാവിറ്റീനെയാണ്. ഗ്രാവിറ്റി മീൻസ് ഭൂമിയുടെ അടിയില ഗ്രാവിറ്റി. അപ്പൊ ഗ്രാവിറ്റിയുടെ അങ്ങോട്ടേക്ക് വളരുന്നത് ആരാണ്? ഒരു പ്ലാന്റിന്റെ ഇലയാണോ? അതിന്റെ വേരല്ലേ? തണ്ടൊന്നും അല്ലല്ലോ, ഐ മീൻ സ്റ്റെം അല്ലല്ലോ. അപ്പൊ വേര് ഒരു ജിയോട്രോപിക് ആണ്, പോസിറ്റീവ്ലി ജിയോട്രോപിക്. വേര് പോസിറ്റീവ്ലി ജിയോട്രോപിക് ആവാൻ കാരണം മണ്ണിന്റെ അടിയിലേക്ക് വളരുന്നോണ്ടാണ്. അതേപോലെ സ്റ്റെം അപ്പൊ എങ്ങനെയാവും? നെഗറ്റീവ്ലി ജിയോട്രോപിക് ആവും. ഓക്കെ, അതേപോലെ നേരത്തെ കേസിലാണെങ്കിൽ സ്റ്റെം പോസിറ്റീവ്ലി ഫോട്ടോട്രോപിക് ആണ്, സൂര്യന്റെ അടുത്തേക്ക് വളരുന്നുണ്ട്. വേര് താഴേക്കാ, സൂര്യന്റെ അടുത്തേക്കല്ല. അപ്പം ഇത് നെഗറ്റീവ്ലി ഫോട്ടോട്രോപിക്, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി തിക്മോട്രോപ്പിസം എന്ന് പറയുമ്പം ഇപ്പോ ചില ചെടികളെ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തൊട്ടാവാടിയാ. നമ്മൾ അതിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാ അപ്പൊ അതിങ്ങനെ വാടിപ്പോവും, തൊട്ടാവാടി. അതേപോലെ അതാണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ്. കോണ്ടാക്ട് ചെയ്യുമ്പം എല്ലാ ചെടികളും ഇല്ല, അത് റെയർ ആയിട്ടാണ് ഈ തിക്മോട്രോപ്പിസം വരുന്നത്. എല്ലാ ഇലകളെയും നമുക്ക് തിക്മോട്രോപ്പിസത്തിൽ പെടുത്താൻ പറ്റില്ല, കാരണം എല്ലാ ഇലകളും തൊടുമ്പോൾ വാടിപ്പോണില്ലല്ലോ. തൊട്ടാവാടിയാണ് നമ്മുടെ നാട്ടിലെ ഫെമിലിയർ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് തിക്മോട്രോപ്പിസത്തിൽ. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുമ്പോൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് വളരുന്ന ഒരു പ്ലാന്റിന്റെ പാർട്ട്. അപ്പം അതേതാ? വേരാണ്, അല്ലേ? വേര്, വെള്ളം മണ്ണിന്റെ അടിയിലാണ്, വേര് താഴേക്ക് വളരുന്നു. അപ്പൊ അതാണ് പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപിക് എന്ന് പറയുമ്പോ, പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപിക് എന്ന് പറയുമ്പം വേര്, റൂട്ടാണ്. നെഗറ്റീവ്ലി ട്രോപ്പിക് എന്ന് പറയുമ്പം സ്റ്റെം ആണ്. നെഗറ്റീവ്ലി ഹൈഡ്രോട്രോപിക് മീൻസ് വെള്ളത്തിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വളരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലാന്റിന്റെ മൂവ്മെന്റിൽ വരുന്നത്. ഈ പറഞ്ഞ 4 ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, തിക്മോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ഇതെല്ലാം തന്നെ ട്രോപ്പിക് പ്ലാന്റ് മൂവ്മെന്റിലാണ് വരുന്നത്.
ഇനി നമുക്ക് മെയിൻ ആയിട്ടും റീപ്രൊഡക്ഷനിലേക്ക് കടക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് അറിയാലോ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് പുതിയ ഒരു ജനറേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് റീപ്രൊഡക്ഷൻ. നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് സെറ്റ് റീപ്രൊഡക്ഷൻ ആണ്. ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കാം. പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ, അതേപോലെ ഹ്യൂമൻ ബീങ്സിന്റെ. അപ്പോ റീപ്രൊഡക്ഷൻ, ഒരു മിനിറ്റ്. അപ്പോ മെയിൻ ആയിട്ടും റീപ്രൊഡക്ഷൻ നമുക്ക് രണ്ട് സെറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, രണ്ട് സെറ്റ് ആയിട്ട് പഠിപ്പിക്കാം. പ്ലാന്റ്സിന്റെ, അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെയും ഹ്യൂമൻ ബീങ്സിന്റെയും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പ്ലാന്റ്സിന്റെ നമുക്ക് ആദ്യം പഠിക്കാം. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന് മെയിൻ ആയിട്ടും നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിനെ പോലെ ഒരു മെയില് ഫീമെയില്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് എങ്ങനെയാ മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പം തേർഡ് ജെൻഡേഴ്സ് ഉണ്ട്, അവര് അല്ലാതെ ഒരു നോർമൽ കേസില് കാര്യമാണ് ഞാൻ പറയുന്നത്. നോർമൽ കേസ് നോക്കുവാണെങ്കിൽ എപ്പോഴും മെയില് ഫീമെയിൽ അങ്ങനത്തെ രണ്ട് ജെൻഡർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അതായത് തേർഡ് ജെൻഡേഴ്സിന് എന്ന് പറയുമ്പം അവർക്ക് ഇപ്പം എല്ലാവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ആ രണ്ട് ജെൻഡറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഹ്യൂമൻ ബീങ്സിൽ ഈ പറഞ്ഞ പോലെ മെയില് ഫീമെയില് രണ്ടും സെപ്പറേറ്റ് ബോഡിയിലിരിക്കുന്നത്, അല്ലെ? പ്ലാന്റ്സിലും അങ്ങനെയൊക്കെ തന്നെയാ, സെപ്പറേറ്റ് ബോഡി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഒരു മെയിൽ ഫ്ലവർ ചിലപ്പോ ഒരു ചെടിയിൽ മെയിൽ ഫ്ലവറും അതേപോലെ ഫീമെയിൽ ഫ്ലവർ വേറൊരു ചെടിയിലും ആയിരിക്കും. ചില കേസസിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും. പക്ഷെ വേറെ ചില കേസസിൽ ഈ പറഞ്ഞ പോലെ മെയില് ഫീമെയില് സെയിം ബോഡിയിൽ തന്നെ, സെയിം പ്ലാന്റ്സിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കാണും. ഓക്കെ, അപ്പൊ അവർക്കെന്ന് പറയുവാണെങ്കിൽ സെൽഫ് പോളിനേഷൻ, അത് പോളിനേഷന്റെ ടൈപ്പില് നമ്മൾ പറയുന്നുണ്ട്. അവർക്ക് വേറെ ഈ പരാഗണം കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനിയിപ്പോ വേറെ
ഇപ്പം ചെമ്പരത്തി പോലെയുള്ളതിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ചെമ്പരത്തിപ്പൂവില്ലേ, ആ ഒരു ചെമ്പരത്തിപ്പൂവിൽ തന്നെയാണ് അതിന്റെ സെപ്പറേറ്റ് ഫ്ലവർ പോലുമല്ല, ആ ഒരൊറ്റ ഫ്ലവറിൽ തന്നെയാണ് ഒരു ചെമ്പരത്തിപ്പൂവ് എടുക്കുവാണെങ്കിലേ ഇതിന്റെ ചെമ്പരത്തിപ്പൂവിന്റെ സെക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സെക്കൻഡ് മൊഡ്യൂൾ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ആ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ച്വലി അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്. ഈ ചെമ്പരത്തിപ്പൂവിന് ഓവറി ഉണ്ട്. ഓവറി എന്ന് പറയുമ്പം ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഉള്ളിലായിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, എന്തിനാ പറയണേ, ഉറങ്ങുപോയി, ഉറങ്ങി കിടന്നു. എടി അവളുടെ തുണിയൊക്കെ താഴെ നടന്നു. അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്ന് അറിയോ, ഇപ്പം ചെമ്പരത്തിപ്പൂവിന്റെ കേസിലാണെങ്കിൽ മെയിൽ പാർട്ടും ഓവറി അതേപോലെ തന്നെ ആന്തർ, ഇത് രണ്ടും സെയിം ഫ്ലവറിൽ തന്നെയായിരിക്കും ചെമ്പരത്തിപ്പൂവിന്റെ. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ.
ഓക്കെ, ഒരു ഡിസ്ട്രാക്ഷൻ വന്നതാട്ടോ, കുറച്ചു നേരം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും അപ്പം റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പ്ലാന്റ്സിന്റെ കാര്യം അങ്ങനെയാണ് റീപ്രൊഡക്ഷൻ. പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, റീപ്രൊഡക്ഷൻ പ്ലാന്റ് പേജ് നമ്പർ ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ അതിന്റെ കുറച്ച് ഫ്രണ്ട് പോർഷൻ ഒക്കെ എടുത്തതാണ്. സ്പൈറോഗൈറ, ലാമിഡോമോണസ് ഒക്കെ ഞാൻ കവർ ചെയ്തതാ. ഓക്കെ, അതേപോലെ പാർട്സ് ഓഫ് ഫ്ലവർ ഇതെല്ലാം ഞാൻ കവർ ചെയ്തതാ. ആന്തറും ഞാൻ കവർ ചെയ്തതാ. ആന്തറിന്റെ സ്ട്രക്ചർ വരയ്ക്കാനുണ്ട്, പേജ് നമ്പർ 14. ഇനി അടുത്തത് പോളിനേഷൻ ആണ്, പരാഗണം. പോളിനേഷൻ എന്ന് പറയുമ്പം ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ്, അതായത് പരാഗണമാണ് പോളിനേഷൻ. പൂമ്പൊടിനെ പോളൻ ഗ്രെയിൻ എന്ന് പറയും. അത് മെച്യൂർഡ് ആയി കഴിയുമ്പം അത് ആന്തറിന്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഓക്കെ, ഈ ആന്തർ നിൽക്കുന്നത് ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലാണ്. അതായത് ഒരു ചെമ്പരത്തിപ്പൂ എടുക്കുവാണെങ്കിൽ ആ ചെമ്പരത്തിപ്പൂവിന്റെ പൂമ്പൊടി എവിടെ നിൽക്കുന്നത്, അങ്ങനെ ട്യൂബ് പോലെയുള്ള ഭാഗമല്ലേ, അതാണ് സ്റ്റിഗ്മ. ഈ പോളിനേഷൻ എന്ന് പറയുമ്പം ഒരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലുള്ള ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് വേറൊരു ഫ്ലവറിലേക്ക് പോകണം. അത് ഇപ്പൊ മുല്ലപ്പൂവിന്റെ പോളൻ ഗ്രെയിൻസ് മുല്ലപ്പൂവിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു പൂവില്, ചെമ്പരത്തി പൂവില് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് പുതിയ പൂവൊന്നും ഉണ്ടാവാൻ പോണില്ല. ഏത് പൂവാണോ അത് ആ പൂവിലേക്ക് തന്നെ ചെന്നെത്തണം കറക്റ്റ് ആയിട്ട്. പോളിനേഷൻ 2 രീതിയിലുണ്ട്, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ എന്ന് പറയുവാണെങ്കിൽ പീ, പ്ലാന്റ്, ഗ്രാം ഇതൊക്കെയാണ് സെൽഫ് പോളിനേഷൻ എക്സാമ്പിൾ. അതായത് സെയിം പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പോളിനേഷൻ നടക്കും. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് മെയ്സ്, പാം ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇങ്ങനത്തെ കേസസിൽ പോളൻ ഗ്രെയിൻസിന്റെ ഫ്ലവേഴ്സ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് എന്തിനാന്ന് വെച്ചാല്, എന്തിനാ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പൂക്കൾ ഉണ്ടാവാൻ, അല്ലെ? പൂക്കൾ ഉണ്ടായാൽ മാത്രമാണ് പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ വെജീസ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ പൂവുമേയും ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. ചെമ്പരത്തിയിലൊന്നും ഫ്രൂട്ട് ഉണ്ടാവുന്നില്ലല്ലോ. ഇനി പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഫസ്റ്റ് വിൻഡ്, കാറ്റ് വഴി സംഭവിക്കാം, അല്ലെ? കാറ്റ് വീശുന്ന സമയത്ത് സംഭവിക്കാം. പിന്നെ ഇൻസെക്റ്റുകൾ, ഈ പൂമ്പാറ്റ, തുമ്പി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ പൂമ്പൊടി ക്യാരി ചെയ്ത് തേൻ കുടിക്കുന്ന സമയത്തോ ഒക്കെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോയി വേറൊരു ചെടിയിൽ കൊണ്ടുപോയിട്ട് ഇടാം. പിന്നെ ആനിമൽസ് വഴി ഏതെങ്കിലും രീതിയിൽ ചെല്ലാം. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സും ഒരു കാരിയർ ആണ് പോളൻ ഗ്രെയിൻസിന്റെ. പിന്നെ ഈ ക്രോസ് പോളിനേഷൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. 3 എണ്ണാണുള്ളത്. ഫസ്റ്റത്തെ യൂണിസെക്ഷുവാലിറ്റി, അതായത് ഫ്ലവേഴ്സ് മേ ബി ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ബോൺ ഓൺ ഡിഫറെന്റ് പ്ലാന്റ്. ഇപ്പം പപ്പായ, പാം അങ്ങനെയുള്ളതിന്റെ കേസസിലൊക്കെ ആണെങ്കിൽ ഫ്ലവേഴ്സ് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ പ്ലാന്റ്സിലായിരിക്കും കാണാം. ഇപ്പൊ പപ്പായ തന്നെ പലതരത്തിലുണ്ട്, അല്ലെ? പപ്പായ തന്നെ പലതരത്തിലുണ്ട്. നല്ല ഉണ്ട പപ്പായ ഉണ്ട്, കപ്പങ്ങ, പപ്പായ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പങ്ങ. അതേപോലെ നീണ്ടിരിക്കുന്ന കപ്പങ്ങയുണ്ട്, അല്ലെ? അപ്പം ചില കപ്പങ്ങകളില് ആ ഒരു പ്ലാന്റ്സില് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിലായിരിക്കില്ല കാണാം, ഡിഫറെന്റ് പ്ലാന്റിലായിരിക്കും കാണാം. അതാണ് പപ്പായ, പാമൊക്കെ. ഇനി മെയ്സിലാണെങ്കിൽ സെയിം പ്ലാന്റിൽ തന്നെയാണ് മെയിലും ഫീമെയിലും കാണുന്നത്. ഓക്കെ, ഇനി ഡൈക്കോഗമി. ഡിച്ചോഗമി എന്നല്ല കേട്ടോ അത് വായിക്കേണ്ടത്, ഡൈക്കോ എന്നാ വായിക്കേണ്ടത്. DICHOGAMY, ഡൈക്കോഗമി.
ഡൈക്കോഗമി എന്ന് പറഞ്ഞാല് മെയിൽ അതേപോലെ സെക്സ് ഓർഗനും ഉണ്ടാവും, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടാവും. ഇത് രണ്ടും ഡിഫറെന്റ് സമയത്താണ് മെച്യൂർഡ് ആകുന്നതെങ്കിൽ അതാണ് ഡൈക്കോഗമി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പീ പ്ലാന്റ് ആണ് എക്സാമ്പിൾ. ഇനി സെൽഫ് സ്റ്റെറിലിറ്റി. ഇപ്പൊ നമ്മൾ മനുഷ്യരിലുണ്ട് അല്ലെ സ്റ്റെറൈൽ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്ലാന്റ്സിലാണെങ്കിലും സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പം ഇപ്പോ പോളൻ ഗ്രെയിൻസ് ഇപ്പം ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയിലേക്ക് പോയാൽ പോലും ചിലപ്പോൾ അവിടെ പൂ ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം എന്താ, ചിലപ്പം ഈ ചെന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ചിലപ്പം സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, അതായത് ഒരു പൂവിനെ ഉണ്ടാക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു പൂമ്പൊടി ആയിരിക്കില്ല അത്. അപ്പോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് അഡാപ്റ്റേഷൻസ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആണ്. 3 ഫാക്ടേഴ്സ് ഉണ്ട്: യൂണിസെക്ഷുവാലിറ്റി, ഡൈക്കോഗമി, സെൽഫ് സ്റ്റെറിലിറ്റി. പിന്നെ സെൽഫ് പോളിനേഷന് എൻഷുവയർ ചെയ്യുന്ന കാര്യങ്ങൾ ഫസ്റ്റത്തെയാണ് ക്ലെയ്സ്റ്റോഗമി. അതായത് പോളിനേഷൻ നടക്കുന്നവരെ ഫ്ലവേഴ്സ് ക്ലോസ്ഡ് ആയിരിക്കും. കാരണം എന്താ, സെൽഫായിട്ടാണ് അവർ പോളിനേറ്റ് ചെയ്യുന്നത്. അവർക്ക് വേറെ ചെമ്പരത്തിയുടെയോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ കേസിലാണെങ്കിൽ ചെമ്പരത്തി, വേറെ ആൾക്കാരുടെ ഒന്നും പൂമ്പൊടി ആവശ്യമില്ല. അവരുടെ ബോഡി തന്നെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ട്. വേറെ ആൾക്കാരുടെ ഒന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ പൂവ് വേറെ ആരും പൂമ്പൊടി കൊണ്ടുവന്ന് ഇടാതിരിക്കാനായിട്ടൊക്കെ അവരെപ്പോഴും ക്ലോസ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഹോമോഗമി, ഗ്രൗണ്ട് നട്ട് ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ സെക്സ് ഓർഗൺ മച്യൂർഡ് ആകുന്നത് ഡിഫറെന്റ് ടൈമിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പൂമ്പൊടി വന്നു പെട്ടു. പൂമ്പൊടി വന്ന് പെട്ട് കഴിഞ്ഞാല് പിന്നെന്താ, അവിടെ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടീനെ ആദ്യമായിട്ടുണ്ടാവുന്ന കുട്ടിയല്ല, ആ ഒരു ഒരു ലൈഫിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. ഒന്നിലധികം എംബ്രിയോ, ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ 4 മണി വരെ 90 ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ഇപ്പം ഒന്നിലധികം എംബ്രിയോ വരുമ്പോഴാണ് ട്വിൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ 3 കുട്ടികൾ ഒക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സിലും അതിനെയാണ് എംബ്രിയോ എന്ന് പറയുന്നത്. എംബ്രിയോ വളർന്നാണ് കുട്ടി ഉണ്ടാവുന്നത്. എംബ്രിയോ വളർന്നാണ് കുട്ടി ഉണ്ടാവുന്നത്. അപ്പം പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാല് ഒന്നിലധികം എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പോളി എംബ്രിയോണി. ഒരു സിംഗിൾ ഓവ്യൂളില് ഒന്നിലധികം എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ ചിരിക്കാടി അവള് കിടന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ നോക്കട്ടെ. ഒന്നിലധികം എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വിട്. അതാണ് പോളി എംബ്രിയോണി. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത് സീഡാണ്. സീഡിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് പഠിക്കാനുള്ളത്. സീഡ് എന്ന് പറയുമ്പോൾ ഓവ്യൂള് റൈപ്പൻ ചെയ്തിട്ട് വരുന്നതാണ് സീഡ്. സീഡിന്റെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. സീഡ് ഈസ് ഡിഫൈൻഡ് as a ripened ovule. ഇനി സീഡ് എന്ന് പറയുമ്പോൾ സീഡിന് ഒരു കോട്ട് ഉണ്ടാവും അല്ലെ. ഇപ്പം കടല, പരിപ്പ് എന്തെടുത്താലും അതൊക്കെ സീഡാ. അതിനൊക്കെ എന്തുണ്ടാവും, ഒരു കോട്ട് ഉണ്ടാവും, സീഡ് കോട്ട് ഉണ്ടാവും. സീഡ് കോട്ടിന് തന്നെ 2 ഭാഗം ഉണ്ടാവും, ഒന്ന് ഉള്ളിലുള്ളതും പുറമേ ഉള്ളതും. അതാണ് ടെസ്റ്റ ടെഗ്മെൻ. ഓക്കെ, ഇപ്പൊ സീഡിന് സീഡ് കോട്ട് ഉണ്ട്, അതാണ് ടെസ്റ്റ ടെഗ്മെൻ. ഇനി എംബ്രിയോ ഉണ്ടാവും, സീഡിന്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, അതേപോലെ എൻഡോസ്പേം ഉണ്ടാവും. ഇനി സീഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പുതിയൊരു ചെടീനെ
പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് സീഡ്. കാരണം ഈ എംബ്രിയോ സീഡിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സീഡ് ക്യാപ്പബിൾ ആണെന്ന് പറയുന്നത് റീപ്രൊഡക്ഷനില്. ഇനി അടുത്തത് സീഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സീഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ആരെ? അതിനകത്തുള്ള എംബ്രിയോനെ. പിന്നെ നമുക്ക് സീഡിന് ഈസി ആയിട്ട് എന്താ പറയാ, വലിയ ഭാരമൊന്നും ഇല്ലല്ലോ സീഡിന്, അല്ലെ? അപ്പൊ അതിന്റെ ഡിസ്പോസൽ ഈസിയാ. ഇപ്പം ഒരു തുമ്പിക്കാണെങ്കിൽ പോലും അതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെ? മുളകിന്റെ വിത്തൊക്കെ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സീഡിന്റെ ഒരു സ്ട്രക്ചർ പറയുന്നുണ്ട്. കൊണ്ടൊക്കെ എടുത്തു. ആ തുണി എടുത്തുണ്ടോ? മഴ പൊടിയണോ? മഴ പൊടിയുണ്ട്. ഞാൻ ഓടിയല്ല കേട്ടാ. കൊണ്ടേ കിടത്ത്. ഇപ്പൊ പുറകിലുണ്ട്. അപ്പൊ ഓക്കെ, ഈ നമുക്ക് മെയിൻ ആയിട്ടും 2 ടൈപ്പ് സീഡിന്റെ സ്ട്രക്ചറാ പഠിക്കാനുള്ളത്. ഇത് നമ്മള് സീഡിന്റെ ഡൈസെക്ഷൻ അല്ല, ക്രോസ് സെക്ഷൻ നമ്മള് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും അത് ക്രോസ് സെക്ഷൻ ആയിരുന്നു. ഇത് ജസ്റ്റ് പറയുവാണ്, ഒരു സീഡ് എന്ന് പറയുമ്പം അത് എന്തൊക്കെ അതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു വെക്കാണ് ഇവിടെ. എന്താ, ആദ്യം ഡൈക്കോട്ട് സീഡ് നോക്കാം. സീഡിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാകും. മിക്കപ്പോഴും ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇപ്പം കടലയൊക്കെ അങ്ങനെയാ, അല്ലെ? 2 കോട്ട്ലിഡൻ ഉണ്ടാകും. പിന്നെ ഇപ്പം ഈ കടല തന്നെ 2 കോട്ട്ലിഡൻ ഉണ്ടല്ലോ. കടലേനെ നമുക്ക് 2ആയിട്ട് അടർത്തി മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മൾ കോട്ട്ലിഡൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ കടലയല്ലേ, അത് നിങ്ങൾ 2ആയിട്ട് പൊളിക്കുമ്പം അടിഭാഗം ഇങ്ങനെ നീണ്ടല്ലേ ഇരിക്കുന്നത്. ആ അടിഭാഗത്ത് ഒരു സാധനം, ഇപ്പം കടല പൊളിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ അടിയിൽ ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. അതിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ രണ്ട് കോട്ട്ലിഡനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഹൈലം. ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. കശുവണ്ടി ആണേലും കപ്പലണ്ടി ആണേലും അതേപോലെ കടലയാണേലും നമ്മുടെ പരിപ്പാണേലും, പരിപ്പിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം പരിപ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല നമുക്ക് എപ്പോഴും കിട്ടാ. ഇപ്പം പയറാണേലും 2 ഉണ്ടല്ലോ കോട്ട്ലിഡൻ, 2 പൊളിക്കാൻ പറ്റും. അങ്ങനെ പൊളിക്കുന്ന സാധനമില്ലേ, ഇപ്പം കടലയുടെ നമ്മൾ 2ആയിട്ട് പൊളിക്കാൻ പറ്റില്ലേ? ആ സാധനമാണ് കോട്ട്ലിഡൻ. ഈ പൊളിക്കുമ്പം അതിന്റെ കോണിക്കൽ പോലെയുള്ള അടിഭാഗത്ത് ഒരു കുഞ്ഞി എക്സ്ട്രാ ഗ്രോത്ത് കാണാം. ആ എക്സ്ട്രാ ഗ്രോത്തിനെയാണ് വി കോൾ ഇറ്റ് as ഹിലോ അല്ലെങ്കിൽ ഹൈലം എന്ന് പറയാം. ഹൈലം എന്ന് പറയുന്നത് ഇത് ഈ 2 കോട്ട്ലിഡനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. 2നെയും തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ഹൈലം ആണ്. പിന്നെ സീഡിന് കോട്ട് കാണാൻ പറ്റും.
സീഡ് കോട്ട് എന്ന് പറയുമ്പോൾ പുറമേയുള്ള ആ ഒരു കോട്ടിനെയാണ് നമ്മൾ ടെസ്റ്റ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള കോട്ടിങ്ങിനെ നമ്മൾ ടെഗ്മെൻ എന്ന് പറയും. പിന്നെ ഒരു കുഞ്ഞൊരു ഓട്ട കാണാൻ പറ്റും, കുഞ്ഞൊരു പോറ് കാണാൻ പറ്റും. ആ പോറിനെയാണ് മൈക്രോ പൈൽ എന്ന് പറയുന്നത്. മൈക്രോ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഡൈക്കോട്ട് സീഡിന്റെ. ഡൈക്കോട്ട് സീഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, 2 കോട്ട്ലിഡിനുണ്ടാവും. ഇനി അടുത്തതാണ് മോണോകോട്ട്. മോണോകോട്ടിന്റെ നോക്കാം. മോണോകോട്ട് എന്ന് പറയുമ്പോ എപ്പോഴും മെയ്സ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗോതമ്പ്, നെല്ല്, ഇതൊക്കെ ഒറ്റ ഒരെണ്ണയില്ല. അരി നോക്കിയേ, അരിയെ നിങ്ങൾക്ക് രണ്ടായിട്ട് കടല പോലെ പൊളിക്കാൻ പറ്റുമോ? നാച്ചുറലി ഇല്ല. കട്ട് ചെയ്യാൻ വേണമെങ്കിൽ കത്തിയുണ്ട്, അല്ലാണ്ട് നാച്ചുറലി വി കാൻ സെപ്പറേറ്റ് ദാറ്റ്. അപ്പം ഇതെന്ന് പറയുവാണെങ്കിൽ ഒരു ബോർഡർ ഷേപ്പ് ആയിരിക്കും, 2 സൈഡിൽ ഇങ്ങനെ കൂർത്തിട്ട്. പിന്നെ ടെസ്റ്റ, ടെഗ്മെൻ രണ്ടും ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ കോട്ട്ലിഡ് ഒറ്റ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ആ അരിമണീനെ, ആ ഒരു കോട്ട്ലിഡ്, 2 കോട്ട്ലിഡ് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ. അതിനാണ് സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുമ്പം എന്താ, ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാ. ഓവ്യൂള് റൈപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് സീഡ്. അതേപോലെ തന്നെ റൈപ്പഡ് ഓവ്യൂൾ ആണ് സീഡ്. റൈപ്പൻഡ് ഓവറി ആണ് ഫ്രൂട്ട്. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറയുമ്പോ എന്താ, ഫ്രൂട്ടിന്റെ ഉള്ളിലായിരിക്കും സീഡ് കാണപ്പെടുന്നത്. നമ്മളിപ്പോ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതിന്റെ അകത്തുള്ള കുരു ഓവ്യൂളും കഴിക്കുന്ന ഭാഗം ഓവറിയാണ്. ആപ്പിളിന്റെ കഴിക്കുന്ന ഭാഗമാണ് ഓവറി. പിന്നെ ഇതില് സ്റ്റാർച്ച് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പാർത്തിനോകാർപ്പി നേരത്തെ പറഞ്ഞതാ, ഫെർട്ടിലൈസേഷൻ ഓഫ് ഫ്രൂട്ട്, സോറി, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പിന്നെ പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കുരു ഉണ്ടാവില്ല കൂടുതലും. അങ്ങനെയുള്ളതിന് ഇപ്പൊ ഈ തണ്ണിമത്തങ്ങ പോലുള്ളതിലൊക്കെ പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് അല്ല, അത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി എടുത്തേക്കുന്ന. നാച്ചുറലി ഉണ്ടാകും ചിലതൊക്കെ കുരു ഇല്ലാതെ. അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കുന്നതിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. ഇനി അടുത്തത് ഫ്രൂട്ട് കഴിഞ്ഞു, പിന്നെ ജെർമിനേഷൻ പഠിച്ചു. തുമ്പി പറഞ്ഞേ. ഇനി അടുത്തത് വെജിറ്റേഷൻ. വെജിറ്റേഷനും ഞാൻ ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ പറഞ്ഞതാ. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് വെജിറ്റേഷൻ. ഇപ്പൊ ഒരു മിനിറ്റ്, എന്നാ കഴിച്ചോ. ഇപ്പൊ ഒരു റോസിന്റെ കൊമ്പാണ് നമ്മൾ കുഴിച്ചിടുന്നത് അല്ലെ. റോസിന്റെ കൊമ്പാണ് നമ്മൾ കുഴിച്ചിടുന്നത്. അപ്പൊ ആ കൊമ്പ് ഒരു വെജിറ്റേറ്റീവ് പാർട്ടാ. അതേപോലെ മുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മള് വിത്ത നടുന്നത്. അപ്പൊ ആ വിത്ത് അതിന്റെ ഒരു വെജിറ്റേറ്റീവ് പാർട്ടാ. ചിലതിന്റെയൊക്കെ ഇലയാണ്. ഇപ്പൊ ഇല മുളച്ചി ഉണ്ട്, മുളച്ചി, അതിന്റെയൊക്കെ ഇലയാണ് ഇടുന്നത്. ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നതാണ്. ചിലതിനൊക്കെ വേരാ നടുന്നത്. ഇതെല്ലാം തന്നെ വെജിറ്റേറ്റീവ് പാർട്ടാണ്. നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും ഒക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. നാച്ചുറലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞ. നാച്ചുറലി ആണെങ്കിൽ നമ്മൾ റൂട്ട്, സ്റ്റെം, ലീഫ് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ കുത്തിയിട്ട് പുതിയത് ഉണ്ടാക്കാം. ആർട്ടിഫിഷ്യൽ മെത്തേഡിലാണ് കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്,
ബഡ്ഡിങ്, ടിഷ്യൂ കൾച്ചർ ഒക്കെ വരുന്നത്. ആദ്യം കട്ടിങ് എന്ന് പറയുമ്പം അതിന്റെ എക്സാമ്പിൾ ബൊഗെയിൻ വില്ല, ക്രോട്ടോൺ, ഇതൊക്കെയാണ്. മണി പ്ലാന്റ്, ഷുഗർ കെയിൻ, ഇതൊക്കെയാണ് കട്ടിങ്ങുകളിൽ വരുന്നത്. അതായത് അതിന്റെ ഒരു കൊമ്പ് മുറിച്ച് വേറെ ഇതിലേക്ക് വെക്കാം. ഇനി ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്നാ കളിക്ക്, വിട് ഞാനിത് കിളിക്ക് പറഞ്ഞു. ലെയറിംഗ് എന്ന് പിന്നെ ഇവിടെ ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, സോറി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയ കാരണമാണ്. അപ്പൊ നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. ലെയറിംഗ് എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് നമ്മള് ബൊഗീൻ വില്ലയിൽ ചെയ്യും, ജാസ്മിനിൽ ചെയ്യും. അതായത് കൂടുതൽ ഇങ്ങനെ താഴേക്കൂടെ പടർന്നു പിടിക്കുന്ന ചെടികളിലാണ് ഇതങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതായത് പടർന്നു പോകുന്ന ഒരു ഭാഗം. ഇപ്പൊ ഒരു ചെടി, ഒരു മുല്ലപ്പൂവ് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ പൊങ്ങി പോണതല്ല, താഴേക്കൂടെ ഇങ്ങനെ പടർന്നു പോകുന്ന. അപ്പൊ താഴേക്കൂടെ പടർന്നു പോകുന്ന ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ആ ഒരു കൊമ്പിന്റെ ഏതെങ്കിലും ഭാഗം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ചാള് നോക്കി കഴിയുമ്പം ആ മണ്ണിട്ട ഭാഗത്ത് വേര് മുളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് പുതിയൊരു ചെടിയാക്കാം. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 28. അതാണ് ലെയറിങ്. അപ്പൊ പുതിയൊരു ചെടി വന്നില്ലേ. ഇനി അടുത്തത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പം സീഡ്ലെസ് പ്ലാന്റുകള് സീഡ്ലെസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ്റ്റിംഗ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഏത് പ്ലാന്റ്സുകളെ തമ്മിലാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ഒരു ചെറിയൊരു ബ്രാഞ്ച് നമ്മൾ എടുക്കുക. അതായത് ഒരു പ്ലാന്റ് ഇപ്പോ ഒരു പ്ലാന്റ് മണ്ണിൽ ഉറച്ചു നിൽക്കണ്ടാവും. ആ പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചില് ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കും. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിടവ് പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഏത് പ്ലാന്റ് ആണോ അതിലേക്ക് നടാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ചെറിയൊരു കമ്പ് ആ ഷേപ്പിൽ കൊണ്ടുവരും. എന്നിട്ട് ആ ഇൻസിഷൻ ആ ഒരു കുഴിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിടവിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അവിടെ കെട്ടിവെക്കും. അങ്ങനെ അവിടുന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ ഇത്രയേ ഉള്ളൂ: കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ടിഷ്യൂ കൾച്ചർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഇനി അടുത്തത് ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജസും, അതായത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ആദ്യം അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ആവും, പിന്നെ പാരന്റിനോട് ഐഡന്റിറ്റി കാണിക്കും, ഇതൊക്കെയാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം മ്യൂട്ടേഷന് ഒരു സാധ്യതയുണ്ട്, ചിലപ്പം രോഗങ്ങൾ പെട്ടെന്ന് വരാം. പിന്നെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ടിഷ്യൂ മൈക്രോ പ്രൊപ്പഗേഷൻ നോക്കുവാണെങ്കിൽ ഒരു ടിഷ്യൂ, ഏത് പ്ലാന്റിന്റെ ഒരു ടിഷ്യൂ നമ്മളൊരു പെട്രി ഡിഷിലേക്ക് മാറ്റുന്നു, അതിനാവശ്യമായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് മീഡിയം കൊടുക്കുന്നു. അഗാർ പോലെയുള്ള മീഡിയങ്ങൾ, ഇത് എക്സാമ്പിൾ മാത്രമാണ്. അഗർ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ന്യൂട്രിയന്റ് മീഡിയം കിട്ടി കഴിയുമ്പോൾ ഇവരവിടെ കിടന്ന് വളരും. അങ്ങനെ നമുക്ക് പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സിൽ ചെയ്യാറുണ്ട്.
ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ക്രൈസാന്തീമം, അതേപോലെ അസ്പാർഗസ്. ഇതൊക്കെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുവാണെങ്കിൽ. ഇനി അടുത്തത് ഹ്യൂമൻ ബീയിങ്സിന്റെ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഹ്യൂമൻ ബീയിങ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ആദ്യം തന്നെ റീപ്രൊഡക്ഷൻ 2 രീതിയിലുണ്ട്. എന്നിട്ട് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ജനറേഷൻ. ഓക്കെ, അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഉള്ളത്, സെക്ഷുവലും എസെക്ഷുവലും. എസെക്ഷൽ എന്ന് പറയുമ്പം ഒരു സിംഗിൾ ഓർഗാനിസം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു മെയിലോ ഫീമെയിൽ എന്താന്ന് വെച്ചാൽ ഫീമെയിൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഗ്യാമീറ്റ് മാത്രം മതി ഒരു കുട്ടി ഉണ്ടാവാൻ. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് അത് പോസിബിൾ അല്ല. ഇത് കോമൺ ആയിട്ടും കാണുന്നത് ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ, ലോവർ പ്ലാന്റ്, ലോവർ അനിമൽ അങ്ങനെയുള്ളതിലാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഗമീറ്റ് ഫ്യൂസ് ചെയ്യും, അതായത് സ്പേമും ഓവ്യൂളും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് വരുന്നതാണ്, അങ്ങനെ കുട്ടി ഉണ്ടാവുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് അനിമൽസ് എല്ലാത്തിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണുള്ളത്. നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യമാണ്. ബിഫോർ ദാറ്റ് നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഇതേപോലെ തന്നെ അതായത് റീപ്രൊഡക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ടും റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞു. കിടക്കട്ടെ. അപ്പോ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്
അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ ഇൻസെക്ട്സ്. അങ്ങനെ റീപ്രൊഡക്ഷൻ 3 രീതിയിലാണ് പഠിക്കാനുള്ളത്. അതില് റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിടിച്ചത്. പിന്നെ ഉള്ളത് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് നമുക്ക് പഠിക്കാം, കാരണം റീപ്രൊഡക്ഷൻ ഇൻ ഇൻസെക്ട് കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പൊ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇതില് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്, അത് പഠിക്കാം. മെയിൻ ആയിട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിന്റെ ഒരു പിക്ചർ പേജ് നമ്പർ 58 കൊടുത്തിട്ടുണ്ട്. 58 കൊടുത്തിട്ടുണ്ട്. 58 അത് വരയ്ക്കാനും നിങ്ങൾ പഠിക്കണം. ഓക്കെ, പേജ് നമ്പർ 58 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വരയ്ക്കാനും പഠിക്കണം, അതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മെയിൽ എന്ത് തന്നെയാണെങ്കിലും വരയ്ക്കുക, അങ്ങനെ വരാം, വരച്ചടയാളപ്പെടുത്താൻ വരാം. പിന്നെ ചിലപ്പോ അവര് വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 ഭാഗങ്ങൾ എഴുതാൻ പറയും, അതടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഇപ്പം ABCD ചിലത് ഓർഗൻസിന്റെ നേരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വിട്ടുപോയ ഭാഗങ്ങൾ അവര് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഓരോന്നിന്റെ നേരെ ABC, അത് നിങ്ങൾ ഏതാന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. ഇതിലെല്ലാം ഒന്നും ആവശ്യമില്ല. ഫസ്റ്റത്തെ നമുക്ക് ടെസ്റ്റിസിന്ന് തുടങ്ങാം. ടെസ്റ്റിസിലെ സ്ക്രോട്ടൽ സാക്കാണ് ഫസ്റ്റ് ഭാഗം. സ്ക്രോട്ടൽ സാക്ക് നിങ്ങൾ കണ്ടില്ലേ, പുറമേയുള്ള ഒരു ഭാഗം, അങ്ങനെ ഒരു ബോൾ ലൈക്ക്, അതാണ് സ്ക്രോട്ടൽ സാക്ക്. സ്കിൻ ഉള്ളത്, പുറമേ ഉള്ള സ്കിന്ന്, അതാണ് സ്ക്രോട്ടൽ സാക്ക്. ഇതിന്റെ അകത്തൊരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടില്ലേ. ഇനി ഈ ടെസ്റ്റിസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ എപ്പിഡിഡൈമിസ് പോകുന്നത് ഒരു ട്യൂബിലേക്കാണ്. ആ ട്യൂബിനെയാണ് വാസ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഇങ്ങനെ വരുന്നത് പെനിസിലേക്ക്. ആ ട്യൂബ് പോകുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് പെനിസിലേക്കാണ് ആ ഒരു ട്യൂബ് പോകുന്നത്. പെനിസ് നിങ്ങൾ കണ്ടില്ലേ എവിടെയാണ്? ഇനി നോക്കിയേ, ആ ട്യൂബ് എവിടെയാ ചെന്ന് എത്തുന്നത്? പെനിസിന്റെ അറ്റത്താണ് വന്നെത്തുന്നത്, ടിപ്പ് ഓഫ് ദി പെനിസ്. അവിടെയാണ് ഈ ഒരു വാസ് ഡിഫറൻസസ് പോയി നിൽക്കുന്നത്. അപ്പൊ വാസ് ഡിഫറൻസസ് അത്രയും വലുതാണ്. അതേപോലെ തന്നെ നിങ്ങൾ യൂറീറ്റർ കണ്ടോ? മൂത്രസഞ്ചി കണ്ടില്ലേ? യൂറിനറി ബ്ലാഡർ കണ്ടില്ലേ? അതിന്റെ സൈഡിൽ യൂറീറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബ് കണ്ടോ? ആ യൂറീറ്റർ എന്ന് പറയുന്ന ട്യൂബിൻ ഈ വാസ് ഡിഫറൻസസും കൂടി ചേർന്ന് ഒരൊറ്റ ട്യൂബ്, ഏകദേശം ഒരൊറ്റ ട്യൂബായിട്ടാണ് പെനിസിലേക്ക് എത്തുന്നത്. പെനിസിന്റെ ടിപ്പിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് മെയിൻ ആയിട്ടും വരാറുള്ളൂ. ഉറങ്ങിയിടുന്നു. അപ്പോ ഈ പെനിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമൺ പാസേജ്. ഇന്ത്യ എന്നാ എന്നാ വായിൽ വെച്ചോ. കൊണ്ടുപോയി വായിൽ വെക്കുക. അപ്പൊ പെനിസ് എന്ന് പറയുമ്പം സ്പേമും അതേപോലെ യൂറിനും പോകാനായിട്ടുള്ള ഒരു കോമൺ പാസേജ് ആണ് പെനിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ യൂറീറ്ററും വാസ് ഡിഫറൻസസും ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ് ഉണ്ടോ. അപ്പം ഓരോരോ ഫീലിംഗ് അനുസരിച്ചിട്ട് അതിന്റെ ഫങ്ഷൻ മാറും പെനിസിന്റെ. തുമ്പി ഒന്നും മിണ്ടാതെ കിടക്ക് തുമ്പി.
പിന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്ക്രോട്ടൽ സാക്കി എന്ന് തന്നെ പറയാം. എന്നാ വായിക്കേറ്റ് എന്നാ എന്നാ ഇത് എന്നാ 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 വായിൽ വെച്ചോ. വാ വായോ എവിടാ ഉം 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 ഉം